ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് ആണ് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന്. പ്രോസ്പെരിറ്റി ആണ്, അബൻഡൻസ് ആണ്. സോ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളുകളാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ പണം ലഭിക്കാൻ പോകുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്ന്. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോവുകയാണ്. മേ ബി നിങ്ങൾ ജോലിയിലൊക്കെ ഒരുപാട് നാളായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ട് അതിൽ നല്ലൊരു പ്രോഫിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ അതിനകത്തുള്ളൊരു റിസൾട്ട് ആയിരിക്കാം. ഓക്കെ, എംബ്രർ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തൊരു പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഏതൊരു ഹൈ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. നിങ്ങളിപ്പോൾ ജോലി ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളിപ്പം ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ എന്താണോ അതിൽ നിന്നും കുറച്ചുകൂടി മേലോട്ട് പോകുന്നു. ഓക്കെ, ഇപ്പം ജോലി കിട്ടാത്ത ഒരാളാണെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഹൈ പൊസിഷനിലുള്ള, നമുക്കിങ്ങനെ നാലാളെടുത്ത് പറയുമ്പം കുറച്ച് അഭിമാനം തോന്നുന്നു. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട്, അഭിമാനിക്കാം. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ പറയാവുന്ന തരത്തിലുള്ള ഒരു ജോലി ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി ജോലിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ, അങ്ങോട്ട് കസേര കയറി പോകാൻ പോകുന്നു എന്ന രീതിയിലുള്ള പോസിറ്റീവ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എംബ്രസ് കാർഡാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം കിട്ടാൻ വേണ്ടി പോകുന്നു. അതായത് ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാരൻറ്റിങ്, നിങ്ങളുടെ പാരൻസ് ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരിക്കലും ഇല്ലാത്ത സപ്പോർട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ആര് വേണമെങ്കിലാകാം, മദർ ആകാം, ഫാദർ ആകാം, സിസ്റ്റേഴ്സ് ആകാം, ഓർ ബ്രദേഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പാർട്ട്ണർ ആയിരിക്കാം. സോ നിങ്ങൾ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സ്നേഹ പ്രകടനം, കെയറിങ് അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. പേജ് ഓഫ് വൺസ് ആണ്. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് എബ്രോഡ് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശത്ത് പോകണം, നിങ്ങൾ ഒരു ലോങ് ആയിട്ടുള്ള സ്ഥലത്ത്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ലോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകണം. അത് ജോലി സംബന്ധിച്ചോ അല്ലാതെയോ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കുറച്ച് ടൈം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അതായത് കുറച്ചും കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം അതിന് കുറച്ചൊരു ഡിലേ ടൈമാണ് കാണുന്നത് പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, ബ്ലോക്ക് എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു ബ്ലോക്ക് അഴിക്കും എന്നുള്ള രീതിയിലും കാണുന്നുണ്ട്. മെസ്സേജ് എന്തെങ്കിലും നിങ്ങൾക്ക് വരാം, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതും കാണുന്നുണ്ട്. ഓക്കെ, 2 ഓഫ് സോർട്സിൻ്റെ എനർജിയിൽ ഇതൊരു ഗൈഡൻസ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടും ഒരു ബാലൻസ് ഇല്ലായ്മ, അതായത് ഡിസിഷൻ എടുക്കാൻ, മുന്നോട്ടൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു ആൻസൈറ്റി നിങ്ങൾ മാറ്റി വെക്കേണ്ടതാണ്. അതിൻ്റെ കാര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കുക, കറക്റ്റ് ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോകും. നിങ്ങൾ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. ഇപ്പം മേ ബി ചിലപ്പോൾ പേഴ്സൺ നിങ്ങളുടെ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നതിലേക്കായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ ഭയങ്കര ഒരു പാടാണ്. കാരണം തീരുമാനം എടുക്കുന്ന കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തോട്ട്സിനെ ക്യാരി ചെയ്യും. അതുപോലെ തന്നെ ഓവർ തോട്ട്സിനെ നിങ്ങൾ ക്യാരി ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ കാട് കയറി ചിന്തിക്കും, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകുന്നൊരു സ്റ്റേജ്. സോ അതിൻ്റെ ഒരു കാര്യമേ ഇല്ല. നിങ്ങൾ ആ ഒരു ആൻസൈറ്റി കൊടുക്കേണ്ട കാര്യമില്ല. പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കുക. അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. 7 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ 7 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്ന സമയത്ത് നിങ്ങളുടെ
ചുറ്റിനുമുള്ള ആളുകളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളുകളായിരിക്കാം, നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പരത്തുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതായത് ഇവിടെ ഒരു പാമ്പിൻ്റെ ചിത്രം കണ്ടോ, ബേക്കിൽ നിന്ന് പാമ്പിനെ പോലെ, ഓക്കെ, അതായത് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. സോ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകളെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക. നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം മേ ബി. അപ്പം നിങ്ങളെ കുറിച്ചിട്ട് അവർ മറ്റുള്ളവരുടെ പലയിടത്തും പല കാര്യങ്ങൾ പറഞ്ഞു നടക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അതുപോലെ അവരുടെ അടുത്തു നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് വൈബ്രേഷൻസ് ഒരുപാട് കിട്ടും. സോ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് അവിടെ നിന്നൊരു ഡിസ്റ്റൻസ് ഓർ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിന് ഡബിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. കാർഡ് കാണിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല. ഇത് ഡെവിൾ കാർഡാണ്. ഇത് നിങ്ങളെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേക്കാം എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ ഓർ മറ്റുള്ള ആളുകൾ നിങ്ങൾ എടുക്കേണ്ട അഭിപ്രായം എന്താണോ ആ അഭിപ്രായം മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് പോലെ, ഓക്കെ, അതൊരു മേ ബി നിങ്ങൾക്കതൊരു നിങ്ങൾ അവരെ അനുസരിക്കുന്നതായിരിക്കാം. നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, അല്ലെങ്കിൽ ഇവർ പറയുന്നതല്ലേ ഞാൻ കേൾക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ച് ആ ഡിസിഷൻ നിങ്ങൾ എടുക്കും. പക്ഷേ അതൊരു ടോക്സിക് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ എനർജീസിൽ നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക, നെഗറ്റീവ് വൈബ്രേഷൻസിൽ ചെന്ന് പെടാതിരിക്കുക. അതുപോലെ തന്നെ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാതിരിക്കുക. അവർ പറയുന്നതല്ല നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളാണ് സ്വയം ഡിസിഷൻ എടുക്കേണ്ടത്. ഇതിന് പകരം മറ്റുള്ള ആളുകൾ പറയുന്നതാണ് നിങ്ങൾ എടുക്കുന്നത്. മേ ബി നിങ്ങളുടെ പാരൻസ് വരെ ആകാം. സോ നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ തീരുമാനം എടുക്കേണ്ടത്. പിന്നീട് റിഗ്രറ്റ് ചെയ്യുമ്പോഴും അത് വേറൊരാൾ പറഞ്ഞു തന്ന തീരുമാനമല്ലേ എന്നുള്ള ഒരു പശ്ചാത്താപത്തിലേക്ക് പോകരുത്. സോ നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ തീരുമാനങ്ങളും എപ്പോഴും നമ്മുടെ തീരുമാനമായിരിക്കണം. മറ്റുള്ളവരെ നിന്ന് നമുക്ക് അഡ്വൈസ് ചോദിക്കാം, പക്ഷെ അവർ പറയുന്നത് പോലെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് അയ്യോ എനിക്കന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു, അത് നടന്നില്ലെങ്കിൽ എനിക്കന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റത്തേയില്ല. അപ്പോൾ സ്വയം അവനവനെ എടുക്കേണ്ട ഡിസിഷൻസ് അവനവൻ എടുക്കുക. നിങ്ങളുടെ കഴുത്തിലാണ് ചെങ്ങലകൾ ഇട്ടേക്കുന്ന ഡബിൾ കാർഡിനകത്ത്. നിങ്ങളുടെ 2 കൈയും ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടക്കാം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ചെങ്ങല എടുത്ത് മാറ്റാം. ബട്ട് നിങ്ങളവിടെ നിങ്ങളത് തീരുമാനിക്കണ്ടേ എന്നുള്ള രീതിയിൽ നിങ്ങളവിടെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം അത് നിങ്ങളുടെ ഒരു നെഗറ്റീവ് വൈബ്രേഷനാണ്. മേ ബി നിങ്ങൾ എത്രത്തോളം കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടാകാം. മനസ്സിലാക്കുക നിങ്ങൾക്ക് നെഗറ്റീവ് വൈബ്രേഷനും ഉണ്ട്. സോ അതിനുള്ള സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക. നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് തരാൻ ആരൊക്കെയോ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തന്നെ എടുക്കാം ഈ ഒരു കാർഡ്. അതായത് ഇപ്പം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ തന്നെയാണ് സ്നേഹം കൊണ്ട് വരുന്നത്. ഈവൻ നിങ്ങളുടെ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിട്ടോ മാറി നിൽക്കുന്നൊരു പേഴ്സൺ ആരാണോ, നിങ്ങളൊരു സ്പെസിഫിക് പേഴ്സൺ ആരാണോ ആ പേഴ്സൺ തന്നെ ആയിരിക്കും സ്നേഹം കൊണ്ട് നിങ്ങളിലേക്ക് നടന്നു വരുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എഗെയിൻ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ഒരു ജഗ്ലിംഗ് അവസ്ഥ, ബാലൻസ് ഇല്ലായ്മ, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള സ്റ്റേജ്, ഇങ്ങനത്തെ കാര്യം നിങ്ങൾക്ക് വന്നേക്കാം. സോ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം ഒരു ഇൻഡ്യൂഷൻ, ഉള്ളുന്നൊരു ഇന്നർ വോയിസ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു ആൻസർ കിട്ടുന്നില്ല, ഉള്ളിൽ നിന്നും അയ്യോ എന്താണ് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകുമ്പം എന്താണ് ചെയ്യേണ്ടത്? മെഡിറ്റേഷനാണ് ചെയ്യേണ്ടത്. മെഡിറ്റേഷനിലാണ് ഉത്തരം ഉണ്ടാവുക. ഓക്കെ, അത് സ്വയം തന്നെ ഒരു ഉത്തരം കിട്ടും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓവർ തോട്ട്സിനെ ക്യാരി ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ചിന്തിച്ച് കാട് കയറുന്ന ആളുകളുടെ എനർജീനെ പോലെയാണ് ഇവിടെ കാണുന്നത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക, അല്ലാത്തതിനെ ഓവർ തോട്ട്സിനെ കാട് കയറി ചിന്തിച്ച് അതിൽ പോയിട്ട് ഇങ്ങനെ സ്റ്റക്കായിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിന് എനർജി റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ഫാമിലിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ പ്രോബ്ലംസ് വന്നേക്കാം. സോ ആ പ്രോബ്ലംസ് വരുന്നത് നിങ്ങൾ കാരണമായിരിക്കും. നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ ഓരോ ലൈഫിലെ സിറ്റുവേഷൻസ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരിക. സോ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഒന്ന്, നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നേക്കാം. നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് നിൽക്കുന്ന സമയത്ത് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള ആളുകൾ ചിലപ്പം ഫാമിലിയിലുള്ള ആളുകൾ തന്നെ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
അതായത് കണ്ണുകൾ കാണുന്നതുകൊണ്ട് മാത്രം വിശ്വസിക്കുക, മറ്റൊരാൾ പറഞ്ഞു തരുന്നത് കേട്ടിട്ട് ഫാമിലിയിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഒരാൾ പറയുന്നത് കേട്ടിട്ടൊന്നും ഫാമിലിയിൽ ഐ തിങ്ക് ഇവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് കാരണം നിങ്ങളുടെ ഫാമിലി ഉണ്ടാവുമല്ലോ, നിങ്ങൾ കുട്ടികളും പിന്നെ വൈഫ് ആൻഡ് ഹസ്ബൻഡായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലിയിൽ പ്രോബ്ലംസ് വരും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഒരുപാട് കാർഡ്സുകൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളത് കിട്ടി. സോ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.